പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂർ പാടശേഖരം കാട്ടുപന്നികളുടെ ആക്രമണത്തെ നേരിടുകയാണ്. വിളഞ്ഞ നെൽപ്പാടങ്ങൾ, കർഷകരുടെ മനസ്സിൽ നെയ്ത സങ്കല്പങ്ങളെയെല്ലാം കാട്ടുപന്നികൾ തകർത്തെറിയുന്നു. മനോഹരമായ ഈ വയലുകളെ രക്ഷിക്കാൻ ഏറുമാടം കെട്ടി കാവലിരിക്കുകയാണ് കർഷകർ. അപ്പൊ എന്താണ് ഈ പാടത്തിന്റെ പേരെന്താണ്? കുമരനെല്ലൂർ പാടശേഖരം. താങ്കളുടെ പേര്? എന്റെ പേര് വീരാൻ. അപ്പൊ ഈ പാടശേഖര കമ്മിറ്റിയുടെ ആരായിട്ട്? പ്രസിഡന്റാണ്. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? അപ്പൊ ഇങ്ങനെ ഒരു ഏറുമാടൊക്കെ കെട്ടാണ്ടായ സാഹചര്യം? ഏറുമാട കെട്ടാനുള്ള സാഹചര്യം പന്നിശല്യത്തിന്റെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് നെല്ലെല്ലാം ഓരോ ഭാഗത്ത് നിന്ന് കേടുവരുത്തലും നടക്കലും വിളഞ്ഞ നെല്ലെല്ലാം കേടുവരുത്തുക. പിന്നെ കർഷകർക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരാൾക്കും ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല, ആയുധങ്ങളില്ല, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അവരെ ആക്രമണം നമ്മൾ സഹിക്കണ്ടേ. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയൊക്കെ ഓരോ പരിപാടികൾ ചെയ്തിട്ട് നീക്കുന്നത്. കൂട്ടമായിട്ടാണ് ഇറങ്ങുന്നത്? കൂട്ടമായിട്ട് ഒരു കൂടുതൽ 4-5 എണ്ണമൊക്കെ ഉണ്ട്. അത് ഏത് വഴിക്ക് ഇന്ന് ഇവിടെ കണ്ട നാളെ അവിടെ കാണും. അങ്ങനെ പറഞ്ഞ് നടക്കണം. അപ്പോൾ ഇതിൻ്റെ ഇത് ഇങ്ങനെ കൃഷി കുറേ നശിപ്പിച്ചിട്ടുണ്ടോ? കുറേ നശിപ്പിച്ച് വരമ്പ് പിടിക്കുക, നെല്ലിൽ കണ്ടിട്ട് അവിടെ അതുണ്ട്. അത് ഈ വക ഇങ്ങനെ കുത്തി പോവുക, പൊളിക്കുക. അതിപ്പോൾ ഈ കതിരായ നെല്ലിൻ്റെ ഉടൻ കൂടെ ഓടിക്കഴിഞ്ഞാൽ നെല്ല് മണിയെല്ലാം കൊഴിഞ്ഞു പോകും. പിന്നെ അവർക്ക് അവിടെ ലേശം വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉരുള്. അത് എല്ലാം നഷ്ടം തന്നെ. പരാതി എന്തായെങ്കിലും കൊടുത്തിരുന്നോ? അത് കൃഷി ഓഫീസിൽ പറഞ്ഞിട്ടില്ല. സാധാരണ ഈ പരാതികൾ ഇങ്ങനെ പറയുന്നുണ്ട്. അവർ നോക്കാന്നുള്ള ഗവൺമെന്റ് എന്താ പരാതി എന്താ ചെയ്തിട്ടുണ്ടോ? അവരിനെ വെടിവെക്കാനോ നശിത ചെയ്യാനോ അതിന് ഫോറസ്റ്റിന്റെ സമ്മതം വാങ്ങാനോ അങ്ങനെ കേട്ടിരിക്കുന്ന. അപ്പൊ ഈ ജനപ്രതിനിധികളെ നമ്മൾ ക്ഷണിച്ചതിന്റെ പിന്നിൽ ശ്രദ്ധ ക്ഷണിക്കുക. പഞ്ചായത്ത് എന്താണ് ഇതിന് തീരുമാനം എടുക്കണം. പഞ്ചായത്തുകളാണ് ഇതിന്റെ തീരുമാനം എടുക്കേണ്ടത്. പഞ്ചായത്ത്, കൃഷിഭവന്, പഞ്ചായത്ത്, അങ്ങനെ എംഎൽഎ ഘടകങ്ങളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എൻ്റെ പേര് മുഹമ്മദ് കുട്ടി. ഇപ്പോൾ എത്ര കാലമായി ഇതിൻ്റെ സെക്രട്ടറി ആയിട്ട്? ഒരു 3 വർഷമായിട്ടുണ്ട്. 3 വർഷത്തോളം. കൃഷി ഇറക്കിയിട്ടുണ്ട് ധാരാളം. കൃഷി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാട്ടുപന്നിയുടെ ശല്യമാണ്. വലിയ ശല്യം മെയിൻ അതാണ്. കപ്പൂർ പാടശേഖരത്തിലുണ്ട്. അവിടെ പരാതി ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ജനപ്രതിനിധികളെ നമ്മൾ ക്ഷണിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം അവരുടെ ശ്രദ്ധ തിരിച്ചിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റി ചെയ്യിക്കാന്നുള്ളൂ. ഈ ഏറുമാടത്തിൻ്റെ മുകളിൽ രാത്രി ആളുകൾ താമസിക്കില്ല? തീരുമാനമായിട്ടില്ല. ഉദ്ദേശിക്കുന്നത് ഏറുമാടത്തിനകത്ത് സൈറൻ, ഫ്ലാഷ് ലൈറ്റ്, ക്യാമറ, ഈ സംവിധാനങ്ങളാണ് ഏറുമാടം കെട്ടിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവിടെ ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ രാത്രി സൈറൺ ഉണ്ടെങ്കിൽ ഈ ശബ്ദശല്യം കൊണ്ട് അവർ പേടിച്ചു പോകും. അതേപോലെ ഫ്ലാഷ് ലൈറ്റ്, മിന്നുന്ന ഫ്ലാഷ് ലൈറ്റ്. മറ്റൊന്ന് ക്യാമറയാണ്. പാടത്തിന് തീപിടിക്കുക, അല്ലെങ്കിൽ പാടത്ത് തീപിടിക്കുക, അല്ലെങ്കിൽ മറ്റ് കന്നുകാലികൾ, എന്തെങ്കിലും ജനങ്ങൾ കൃഷിക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും അതിനെ നേരിടാനാണ് നമ്മൾ ക്യാമറയുടെ സഹായം. ഇതിന് നമ്മൾക്ക് ത്രിതല പഞ്ചായത്തുകളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ അവിടെയൊക്കെ നെല്ലുണങ്ങിപ്പോയി, അതേപോലെ ആ മൂലയിൽ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഉയർന്ന സ്ഥലങ്ങളിൽ നെല്ലുണങ്ങിപ്പോയി, വെള്ളം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഈ തോട് ഇവിടെ ഉയർന്നിട്ടാണ് കിടക്കുന്നത്. തോട് വെള്ളമില്ല, ഇപ്പോഴത്തിന് വെള്ളം പറ്റി. അപ്പോൾ നമുക്ക് തോട് ഒന്ന് വറ്റിക്കാൻ വേണ്ടി, നമുക്ക് തോടിന് താഴ്ത്തി കിട്ടാൻ വേണ്ടി നമ്മൾ ത്രിതല പഞ്ചായത്തുകളുടെ സഹായങ്ങൾ തേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഉണരുന്ന കർഷക മനസ്സിൻ്റെ മികച്ച ഒരു പ്രതികരണമാണ് ഇന്ന് മാവറപ്പാടത്ത് ദൃശ്യമായത്. കുമരനെല്ലൂർ പാടശേഖര സമിതിയും അക്ഷര ക്ലബ്ബും ചേർന്ന് മാവറപ്പാടത്ത് സംഘടിപ്പിച്ച ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ഒത്തുചേരലും വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷിയെ രക്ഷിക്കാനായി കെട്ടിയുയർത്തിയ ഏറുമാടത്തിൻ്റെ ഉദ്ഘാടനവും കർഷകർ ഉണരുന്നതിൻ്റെ നിറവാർന്ന ഒരു തെളിവായി. യുവ കർഷകരുടേതുൾപ്പെടെ 1/2 ഏക്കറോളം നെൽകൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. പാടത്തിന് നടുവിലൂടെ കടന്നുപോകുന്ന തോടിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക ഉൾപ്പെടെ അടിസ്ഥാന വികസനത്തിനാവശ്യമായ പല പദ്ധതികളും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഉന്നയിക്കാൻ കർഷകർക്ക് കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഒരു വലിയ നേട്ടം. പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം നേടിയെടുക്കുന്നതിനും ത്രിതല പഞ്ചായത്തിൻ്റെ പദ്ധതികളിൽ പ്രാധാന്യം നൽകുന്നതിനും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാമെന്ന് ജനപ്രതിനിധികൾ യോഗത്തിൽ ഉറപ്പു നൽകി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ എത്രയും വേഗത്തിൽ നടപ്പിലാക്കുന്നതിന് മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് ആദ്യമായിട്ട് ഉറപ്പു തരികയാണ്. അതോടൊപ്പം തന്നെ ഈ വെള്ളം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സംവിധാനം
അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ, കാരണം എല്ലാ ഭാഗത്തും വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, കുടിവെള്ളക്ഷാമമുണ്ട്. ഇതെല്ലാം നമ്മുടെ പദ്ധതികളിൽ വരുന്ന ഒരു പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ഒരു നടപ്പിലാക്കേണ്ട പദ്ധതികൾ തന്നെയാണ്. എന്തായാലും നമ്മുടെ അതിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ അധ്യക്ഷ, ഈ വാർഡിലെ മെമ്പർ കൂടിയായിരുന്ന സിന്ധു മാവർ അവരുമുണ്ട്. അവരുമായൊക്കെ സംസാരിച്ചതിന് ശേഷം എന്തായാലും ഇതുമായി നല്ലൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇതിനകത്ത് കയറി ഒന്ന് ഇരുന്നിട്ട് വേണം പോകാനെന്ന് ആഗ്രഹിക്കുന്നു. നല്ല കെട്ടുറപ്പുള്ളതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അപകടങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ നല്ലൊരു സംരംഭമാവട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഈ പ്രദേശത്ത് ഇപ്പോൾ ഇവര് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് ത്രിതല പഞ്ചായത്തിന്റെ മെമ്പർമാരുടെ ശ്രദ്ധ ഇവിടുത്തെ അടിയന്തര സാഹചര്യങ്ങളിലേക്ക് തിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ കാട്ടുപന്നികളുടെ ഇത്തരം ആക്രമണത്തിൽ അതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ജില്ലാ പഞ്ചായത്തുമായിട്ട് ആലോചിച്ച് അല്ല നൂതന പദ്ധതികൾ എന്തെങ്കിലും ആവിഷ്കരിക്കുക എന്നുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിന് ഇപ്പോൾ എല്ലാ കൃഷിക്കാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വന്യജീവി ആക്രമണം എന്നുള്ളത്. അത് പിന്നെ വാഴയായാലും കൃഷിയായാലും എന്തായാലും ചെമ്പ് ചേന അങ്ങനെ എന്തായാലും നശിപ്പിക്കുക. പിന്നെ അതിന് ഇത് പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തന്നെ വേണം. അതിന് നൂതനമായ പദ്ധതികൾ കണ്ടെത്തിയിട്ട് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കപ്പൂര് ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്തമായിട്ടുള്ളൊരു സംവിധാനം നമ്മൾ കണ്ടെത്താൻ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കപ്പൂർ പഞ്ചായത്തിലെ കൂടുതൽ ജനങ്ങളും കൃഷിയിൽ ഊന്നിയ ജീവിതമാണ് സ്വീകരിച്ചത്. കാർഷിക വൃത്തി തന്നെയാണ് അവർ പ്രധാന തൊഴിൽ. അതുകൊണ്ട് തന്നെ എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അവർ ഇപ്പോൾ നമ്മുടെ ഇല്യാക്കത്തൊക്കെ പറഞ്ഞു അവർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടെന്നുള്ളത്. വെള്ളത്തിൻ്റെ ആയാലും ഓരോ കാര്യത്തിൻ്റെയും അതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് എടുക്കുന്ന ഉറപ്പ് നൽകുന്നില്ലേ? അതെ, ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങൾ രണ്ട് മുന്നണികളാണ് ഞങ്ങളുടെ ഭരണസമിതി. മുന്നണിയൊന്നും ഇവിടെ ജനങ്ങളുടെ ഇടയിലല്ല, ജനങ്ങൾക്ക് ഞങ്ങൾ പഞ്ചായത്തിന്റെ പറഞ്ഞ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. കാരണം ഭരണസമിതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ വ്യക്തിപരമായിട്ട് എല്ലാ സപ്പോർട്ടും ഉണ്ട്. പക്ഷെ നമുക്ക് അതുപോലെ ഫണ്ടും കൂടെ എന്താ പറയുക, നമ്മൾക്ക് എല്ലാം കൂടെ സാഹചര്യം കൂടെ അനുകൂലമാവണ്ടേ. പക്ഷെ വ്യക്തിപരമായ രീതിയിൽ എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പൂർണ്ണ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്ത് വേണമെങ്കിൽ ചെയ്യാനും ഞാൻ തയ്യാറാണ്. അത്ര പോരെ. എല്ലാവരും ഒരുമിച്ച് അവര് പറയണത് തന്നെ എന്താണ്, ഞങ്ങൾക്ക് വെള്ളം തരൂ, ഞങ്ങൾ അരി തരാന്നുള്ളതാണ്. ആ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നതും. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വേണ്ടിയിട്ടാണ് അവർ അധ്വാനിക്കുന്നത്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നൽകുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്, നമ്മുടെ കർത്തവ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് പാർട്ടിയാണ്, അതൊന്നൊരു റീസൺ അല്ല. പരമാവധി എൻ്റെ പരമാവധി എങ്ങനെ എന്താ പറയുക, ഇനി വർഗ്ഗവിവേചനമില്ലാതെ എന്ത് എന്നെ കൊണ്ട് എൻ്റെ ഭാഗത്ത് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും. ഞാൻ അതിൻ്റെ എന്താ പരമാവധി എന്തൊക്കെ നമുക്ക് കഴിയാം. ഇനി വ്യക്തിപരമായിട്ട് വേറെ വല്ല ആൾക്കാർ MLA MP അങ്ങനെ എന്തൊക്കെ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിച്ചാൽ അതെല്ലാം ഉപയോഗിച്ച് ഇവർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളുണ്ടാവും. ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ മണ്ണുകുന്നത്തെ അക്ഷര ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ സാമൂഹിക രാഷ്ട്രീയത്തിൽ എല്ലാതും ഇടപെടുന്ന ഒരു ക്ലബ്ബാണ്. എന്ത് കാര്യത്തിലും ഇവിടുത്തെ കുട്ടികൾ മുൻപന്തിയിൽ ഉണ്ടാവുന്ന ഒരു ക്ലബ്ബും കൂടിയാണ്. അതിൽ മറ്റുള്ള രാഷ്ട്രീയ കക്ഷിയോ മറ്റുള്ള ഒന്നുമില്ല. അവർ എല്ലാ കാര്യത്തിലും അവർ മുൻപന്തിയിൽ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ പാടശേഖര സമിതിക്ക് ഒരു പ്രയാസം വന്നെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെയാണ് അതിൻ്റെ മുന്നിൽ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു നിർമ്മാണം കെട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടുത്തെ പിള്ളേർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പൊതുവെ മാവറ പാടശേഖര സമിതി ഒരു പ്രയാസത്തിലാണ്. അതിലും കൂടുതലൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഇവർ മുന്നിലുള്ളത്. ഇപ്പോൾ അറിയാലോ, ഈ കാട്ടുപന്നി ശല്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഇവർ അനുഭവമുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡൻ്റൊക്കെ കൂടി ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ എൻ്റെ ഭാഗമായിട്ടുണ്ടാവും. നിസാർ ഞാൻ ആനക്കര പഞ്ചായത്ത് VO വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. ഞാൻ ഈ പ്രദേശവാസിയാണ്. ഇവിടുത്തെ ഈ കൃഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ കഴിയും. പ്രധാനമായിട്ടും നമ്മൾ നേരിടുന്ന ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം ശക്തമായൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കാട്ടുപന്നികളുടെ ശല്യം ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ്. അതിന് പരിഹാരം എന്നുള്ള ഒരു പ്രദേശവാസി എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മളിവിടെ ഏറുമാടം കെട്ടിക്കൊണ്ട്
ഇവരെ തുരത്തുന്നതിനായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. ഇതൊരു ആധുനിക മാർഗ്ഗമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു രീതിയായിരുന്നു. ക്ലബിൻ്റെയും അതുപോലെ തന്നെ യുവകർഷകരുടെയും സംയുക്തമായിക്കൊണ്ടാണ് ഇങ്ങനൊരു പദ്ധതി ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നിവിടെ നടത്തിയിട്ടുള്ള ഇതിലെ എല്ലാ ജനപ്രതിനിധികളും, ജില്ലാ, ബ്ലോക്ക്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ എല്ലാവരും ഉൾപ്പെടുന്ന ഈ ഒരു സദസ്സിൽ നമ്മൾ ഈ പ്രദേശവാസികളുടെ അതുപോലെ തന്നെ നമ്മുടെ കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ പറയുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ ജലം ലഭ്യതയാണ്. ഇപ്പോൾ ഡിസംബർ മാസം കഴിഞ്ഞു ജനുവരിയിലേക്ക് കടക്കുമ്പോഴത്തേക്ക് തന്നെ വെള്ളത്തിൻ്റെ ദൗർലഭ്യമുണ്ട്. അപ്പോൾ മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നമുക്ക് ഈ പ്രദേശത്ത് ഈ കുമരനെല്ലൂർ പാടശേഖരത്തിൽ വെള്ളം വളരെ കുറവാണ്. അതിന് പരിഹാരമാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കാനുള്ളത് നമുക്ക് നല്ല രീതിയിലൊരു പദ്ധതി, അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംയുക്തമായിക്കൊണ്ട് ഒരു പദ്ധതി ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. ആ പദ്ധതിയിലൂടെ ജലത്തെ മാക്സിമം തടഞ്ഞു നിർത്തിക്കൊണ്ട് നമുക്ക് കൃഷിക്കാർക്ക് വെള്ളം എത്തിച്ച് നൽകുക എന്നുള്ളതാണ് ഒരു രീതി. അതിന് അവലംബിക്കാവുന്ന മാർഗം എന്ന് പറയുന്നത് ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഹരിത കേരള മിഷൻ പദ്ധതികളും ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിഹിതം ഉപയോഗിച്ച് നമുക്കിവിടെ ഒരു തടയണ നിർമ്മിക്കുക, 2 ഭിത്തികൾ നിർമ്മിച്ച് തോട് സംരക്ഷിക്കുക എന്നുള്ളതാണ്. തോട് സംരക്ഷണം ഉണ്ടായാൽ തന്നെ നമുക്ക് വെള്ളം തടഞ്ഞു നിർത്തിക്കൊണ്ട് കർഷകർക്ക് ആവശ്യമായ ജലം ഉപയോഗിക്കുന്നതിനായിട്ടുള്ള ഒരു മാർഗം അവലംബിക്കാവുന്നതാണ്. ഇതാണ് പ്രധാനമായിട്ട് നിർദ്ദേശിക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ കർഷകരും അതുപോലെ തന്നെ കർഷകർ ഉന്നയിച്ച ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് 6 അടി ആഴത്തിലും അതുപോലെ തന്നെ 6 അടി വീതിയിലും തോട് സംരക്ഷിക്കുന്നതിന് സ്ഥലം നൽകുന്നതിന് അവർ സമ്മതം നൽകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചെയ്യാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ക്ലബിൻ്റെ ഒരു ഭാഗവാഹികളാണ് ഞങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഒരു 4 ഏക്കറോളം ഞാനും എൻ്റെ സുഹൃത്ത് ഹാരിസും കൂടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നെൽകൃഷി, അതേപോലെ തന്നെ പൂള, മഞ്ഞൾ, എല്ലാവിധ കൃഷി എന്നുള്ള ലയത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാട്ടുപന്നി ഒരു വില്ലനായി കടന്നു വന്നിരിക്കുന്നത് ഞങ്ങളുടെ മുന്നിൽ. ഞങ്ങളെ ഒരു 50 സെൻറ്റോളം ഇപ്പോൾ നശിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാട്ടുപന്നി മുന്നിൽ വന്ന് പെട്ടത്. അപ്പോൾ അതിനെ ഞങ്ങൾ തുരത്താൻ വേണ്ടി ഭയപ്പെടുത്തി ഓടിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയും അവിടുന്ന് ഞങ്ങൾ നേരക്ക് കടന്നു വരികയും ചെയ്തു. അപ്പോൾ പിന്നെ പിന്നെയാണ് ഞങ്ങൾക്കൊരു ആശയം വന്നത്, ഞങ്ങളെ ജീവന് സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഏറുമാടം നിർമ്മിക്കാം എന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളിത് നിർമ്മിച്ചിട്ടുള്ളത്. അല്ല, ഞങ്ങൾ ഈ ക്ലബിലെ ഭാരവാഹികളാണ്. അപ്പോൾ ഞങ്ങൾ അവരോട് ഞങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ്, അപ്പോൾ അവർ എന്തിനും അവർ തയ്യാറാണ്. അപ്പോൾ അവരും അതേപോലെ തന്നെ പാടശേഖര കമ്മിറ്റിയോട് ഞങ്ങൾ അവതരിപ്പിച്ച്, അപ്പോൾ അവരും പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നിർമ്മിക്കുകയായിരുന്നു. 5 ദിവസത്തെ ഞങ്ങൾ മറ്റുള്ള ജോലികളുടെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ടാണ് ഇത് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ 2 പേര് ഇപ്പോൾ നിലവിലുണ്ട്. ഇനിയിപ്പോൾ ദിവസങ്ങൾ മാറി 2-3 ആളുകളായിട്ട് ഇരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുവരെയൊക്കെ ഒരു 4-5 ദിവസത്തോളം ഞങ്ങൾ പുലർച്ചെ വരെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. കാട്ടുപന്നിനെ കാണും ചെയ്തു. പിന്നെ പടക്കം അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തുരത്തി ഭയപ്പെടുത്തി ഓടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എൻ്റെ പേര് റഫീഖ്. ഹാരിസ്. ക്ലബിൽ അക്ഷര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഞങ്ങളിപ്പോൾ യുവ കർഷകർ തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ പൂള, ഇഞ്ചി, മഞ്ഞൾ എല്ലാം ഉണ്ട്, വാഴ എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പന്നിയുടെ ശല്യം കാരണം ഇപ്പോൾ ഞങ്ങൾ വാഴ എല്ലാം ഉണ്ട്. എന്നുവെച്ചാൽ ഇത് വാഴയുടെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യമേ കുത്തിയിട്ട് ഫുള്ള് പൊളിച്ചിട്ടാണ് ഇത് സംഭവം ചെയ്യുന്നത്. അപ്പോൾ എല്ലാം പാടെ വരുമ്പോൾ എല്ലായിടത്തും ഇപ്പോൾ നമ്മൾ കർഷകർ നമ്മളിത് എല്ലാം പൈസ മുടക്കി ഇട്ടതിന് ശേഷം ഈ സംഭവം നമുക്ക് മുന്നോട്ട് എത്തിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നെല്ല് ഇതിപ്പോൾ ഇതിൽ കൂടെ കിടന്ന് ഇത് കുത്തിമറിഞ്ഞ് ഞങ്ങളിപ്പോൾ 50 സെൻറ്റ് പോയി, നമുക്ക് 50 നഷ്ടത്തിലാണത്. ഇത് നാളെ അടുത്തതിൽ നമുക്കിത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന് വല്ലതും വേണം. നമ്മളിപ്പോൾ എല്ലാം കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപജീവന മാർഗത്തിൽ കൂടെയാണ് പോകുന്നത്. വെല്ലുവിളി ഏറിക്കൊണ്ടിരിക്കുക. ജനപ്രതിനിധികളെ വിളിച്ച് വരുത്തി
കർഷകരുടെ പ്രശ്നങ്ങൾ ഒരു സദസ്സ് ഉണ്ടാക്കിയിട്ട് പറയുന്ന ഈ രീതി പുതുമ അതെ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് അംഗങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ടതാണ്. ഞങ്ങൾ മൊത്തം ഇരുന്നിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് രാത്രി ഞങ്ങൾക്ക് ഈ പന്നിയുടെ ശല്യം ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നതിൽ ഞങ്ങൾ ഈ ആശയം വരികയും ക്ലബിനെ ഞങ്ങൾ എല്ലാവരും പാടെ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും പാടെ ഈ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും പാടെയാണ് വേണ്ടപ്പെട്ട അധികാരികളെ നമ്മൾ അവിടെ ചെന്ന് കണ്ട് പറയുന്നതിനായിട്ടും കൂടുതൽ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ കാണിക്കുമ്പോൾ അതിൻ്റെതായുള്ള ഒരു സീരിയസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വെച്ചത്. പുതിയ കാലത്തിൽ പുതിയ രീതിയിൽ കർഷകർ പ്രതികരിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് കുമരനെല്ലൂർ പാടശേഖരത്തിൽ നിന്ന് നമുക്ക് ഇന്ന് ലഭിക്കുന്നത്. ജനപ്രതിനിധികളെ, ജില്ലാ പഞ്ചായത്ത് വരെയുള്ള ജനപ്രതിനിധികളെ വിളിച്ചു വരുത്തി ഏറുമാടത്തിൻ്റെ ഉദ്ഘാടനവും ഏറുമാടത്തിനടിയിലിരുന്ന് ഒരു സദസ്സും അതിൽ പാടശേഖരത്തിലെ കർഷകർക്ക് അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകളെക്കുറിച്ച് ജനപ്രതിനിധികളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേക പരിപാടിയുടെ വിജയം. കാലത്തിനനുസരിച്ച് കർഷകർ മാറുന്നു എന്നാണ് സന്തോഷകരമായ ഒരു കാര്യം. വീണ്ടും അടുത്ത പ്രോഗ്രാമുമായി കാണുന്നതുവരെ കാസ്ക് മീഡിയയുടെ നന്ദി, നമസ്കാരം.